അപ്പം തൊപ്പിനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഗെയിമറാണ് സായി പോപ്പി. നിങ്ങൾ തമ്മിലുള്ള ബോണ്ടൊക്കെ എങ്ങനെയാണ്? സായി പോപ്പി മാത്രമല്ല, സായി പോപ്പിൻ്റെ കാര്യം പറയുമ്പം ഈഗിൾ ഗെയിമിങ്ങിൻ്റെ കാര്യം കൂടി പറയണം. ഇവർ സത്യം പറഞ്ഞാൽ ഇവരൊക്കെയാണ് പ്രോപ്പർ ഗെയിമേഴ്സ് എന്ന് പറയേണ്ടത്. ഞാൻ ഗെയിമർ കം സ്ട്രീമർ കം എൻ്റർടൈനർ അങ്ങനെ എന്തെങ്കിലും എല്ലാം കാറ്റഗറി എന്നെ പിടിക്കാൻ പറ്റും. ഗെയിമർ, പ്രോപ്പർ ഗെയിമർ എന്ന് പറഞ്ഞാൽ സായി പോപ്പി, ഈഗിൾ ഗെയിമിങ്, ഇവരെന്നെല്ലാം പറഞ്ഞാൽ ഗെയിമിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗെയിം മാത്രം കളിച്ചിട്ട് ഇത്രയും റീച്ച് ഉണ്ടാക്കിയ ആൾക്കാരാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ പല കോമാളിത്തരങ്ങളും പല ഡാൻസ് കളി, പാട്ടുപാടൽ, മറ്റേ പുറത്ത് പോക്ക്, അയ്യാറിൽ അത് അതിൻ്റെ ഇടയ്ക്ക് ഗെയിം കളിക്കും. അങ്ങനെയാണ് ഇവരെന്ന് പറഞ്ഞാൽ ഗെയിം മാത്രം കളിച്ചിട്ട് സ്കില്ല് വെച്ച് ആൾക്കാരെ കൂട്ടിയ രണ്ട് ആൾക്കാരാണ് ഗെയിമേഴ്സ്. പിന്നെ വേറെ കുറേ ഗെയിമേഴ്സ് ഉണ്ട്, വളരെ കുറവാണല്ലേ ഗെയിമേഴ്സ്, വളരെ കുറവാണല്ലേ. ഞാനിപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം ഇതാണ്, മീൻസ് ഇപ്പോൾ ഒരു സിംഗറിനെക്കാളും അല്ലെങ്കിൽ ഒരു ആക്ടറിനെക്കാളും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ. ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. എത്രയാണ് അൺലിമിറ്റഡാ. ഇത് എത്രത്തോളം നമുക്ക് ആൾക്കാരെ കൂട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം ടൈം, എത്രത്തോളം ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റവന്യൂ ഉണ്ടാക്കാം. വാച്ച് അവേഴ്സ് ഒന്നും മാറ്റർ അല്ല, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വാച്ച് ഹവേഴ്സ് മാറ്ററാണ്. അതെല്ലാം ഓരോ കോൺട്രാക്ട് പോലെയാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ ഇത്രയും സ്കോപ്പുള്ളൊരു പരിപാടിക്ക് എനിക്ക് തന്നെ തോന്നുന്നു, ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് തന്നെ തോന്നുന്നു ഇത് എന്തുകൊണ്ട് ഇതിൽ കോമ്പറ്റീഷൻ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഈ 2-3 ആൾക്കാരെ ഈ സ്ട്രീമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഗെയിമേഴ്സ് സ്ട്രീമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ 2-3 ആൾക്കാരേ ഉള്ളൂ. ഇപ്പം സിംഗിങ് എന്ന് പറഞ്ഞ മേഖലയാണെങ്കിൽ 1000 ആൾക്കാർ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, കുറേ ആൾക്കാരുണ്ട്. കാരണം അതിൽ സ്കോപ്പ് ഉള്ളതുകൊണ്ട് കുറേ ആൾക്കാർ കോമ്പറ്റീഷൻ ഉണ്ട്, പലർക്കും റീച്ച് ഉണ്ട്, പലർക്കും റീച്ച് ഇല്ല, അങ്ങനെയല്ലേ. ഇപ്പോൾ ആക്ടേഴ്സ് ആയാലും വേറെ ഏത് മേഖലയിലായാലും കുറേ ആൾക്കാരുണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഗെയിമേഴ്സ് അല്ലെങ്കിൽ സ്ട്രീമേഴ്സ് എന്ന് പറയുമ്പം ഈ ഇൻഫ്ലുവൻസേഴ്സിനെക്കാളും അല്ലെങ്കിൽ സിംഗേഴ്സിനെക്കാളും ആക്ടേഴ്സിനെക്കാളും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡായത്. എന്നിട്ടും എന്തുകൊണ്ട് ആൾക്കാർ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. സാധാരണ ഒരു കാര്യത്തിൽ ഒരു മേഖലയിൽ സ്കോപ്പ് കൂടുമ്പോൾ അതിൽ ആൾക്കാരും കൂടുമല്ലോ, അത് ചെയ്യുന്ന ആൾക്കാർ കൂടുമല്ലോ. അപ്പോൾ സ്ട്രീമേഴ്സ് ലിറ്ററലി 3-4-5 ആൾക്കാരോ. ഈ ഇപ്പം നീ എന്നിപ്പോൾ എന്നോട് ചോദിച്ചത് സായി പോപ്പിൻ്റെ കാര്യം മാത്രമാണ്. സായി പോപ്പി പിന്നെ ഈഗിൾ ഗെയിമിങ്, ഇങ്ങനെ 2-3 ആൾക്കാരേ ഉള്ളൂ. അപ്പം സായിപ്പിൻ്റെ എല്ലാം കാര്യം എന്ന് വെച്ചാൽ ഓക്കെ. വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഓൾമോസ്റ്റ് നിനക്ക് അറിയുന്ന ഗെയിമേഴ്സ് ആരൊക്കെയാണ്? തൊപ്പി, സായി പോപ്പി, ഈഗിൾ ഗെയിമിങ്, ഹിപ്സ്റ്റർ പക്ഷെ ഇപ്പം ഇതായില്ലേ. അപ്പം ഞാൻ പറയട്ടെ, ഈ ഈഗിൾ, സായിപ്പ്, തൊപ്പി, നമ്മൾ 3 ആൾക്കും കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്. ഇപ്പം കേരളത്തിൽ ഇപ്പം നിനക്ക് അറിയുന്ന 3 ഗെയിമേഴ്സേ ഉള്ളൂ എന്ന് പറഞ്ഞ്, ഈ 3 ആൾക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്താ അറിയാം? നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്തത് ഒരു സ്ഥലത്ത് നിന്നാണ്. MRG. ഇതിൽ നിന്നാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് എന്താ പറയാ, പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? സ്ക്വാഡ് അറിയില്ലേ? അല്ലല്ല, ഗെയിമിൽ സ്ക്വാഡ് ഉണ്ടാവും, 4 ആൾക്കാർന്ന് ഒരുമിച്ച് കളിക്കാൻ പറ്റും. 4 പേര്. അപ്പോൾ പണ്ട് എന്ന് വെച്ചാൽ അതായത് MRG തൊപ്പി, MRG ഈഗിള്, MRG സായിപ്പ്, പിന്നെ MRGയിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്. നമ്മളെല്ലാവരും ഒരു സ്ക്വാഡായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോഴൊന്നും നമ്മൾ ആരും വിചാരിക്കുന്നില്ല ഭാവിയിൽ നമ്മൾ ഇങ്ങനൊരു ഇതിലേക്ക് എത്തിപ്പെടാൻ പോകുന്നത് ഇങ്ങനൊരു മൊബൈലിലൊരു ഗെയിം കളിച്ചിരിക്കുന്ന 3 പിള്ളേരാണ്. നമ്മളൊരിക്കലും ഈ ഒരു ഇതിലേക്ക് വരുമെന്ന് നമ്മളൊരിക്കലും ചിന്തിക്കുന്നില്ല. പിന്നെ വെച്ചാൽ ഇപ്പം MRGയിൽ ബാക്കി നിൽക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. സായിപ്പ് ഇടയ്ക്ക് വെച്ച് MRGയിൽ നിന്ന് ഇറങ്ങി വേറെ ഇതിലേക്ക് പോയി, എനിക്ക് മറന്നുപോയി. ഈഗിൾ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി, ഈഗിൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടീമുണ്ട്, അതിലേക്ക് പോയി. അപ്പം MRGയിൽ ബാക്കി നിന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ ഇപ്പം MRGയിൽ ബാക്കിയുള്ളൂ. പിന്നെ തൊപ്പി എന്തുകൊണ്ടാണ് MRGയിൽ നിന്ന് ഇറങ്ങാത്തത്? ഞാൻ MRGയിൽ നിന്ന് ഇറങ്ങാത്തതെന്ന് വെച്ചാൽ എനിക്ക് ആരും ഇല്ലാത്തപ്പോൾ, അതായത് ഒന്നും ഇല്ലാത്തപ്പം എന്നെ എടുത്ത് വളർത്തിയ ഒരു ടീമായിട്ടാണ് ഞാൻ MRGനെ കാണുന്നത്. മനസ്സിലായി? അതെനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ഫസ്റ്റ് പ്ലേസ് ആയിട്ട് ഞാൻ MRGനെ കാണുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇനി അങ്ങോട്ടും എത്ര കാലം കഴിഞ്ഞാലും, എത്ര വർഷം കഴിഞ്ഞാലും MRGയിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇറങ്ങൂല, അത് ഉറപ്പായത്. ഇപ്പം എത്ര വലിയ ക്ലാൻ എന്നെ വിളിച്ചാലും, അല്ലെങ്കിൽ എത്ര വലിയ മീൻസ് ഞാൻ ഈ ഗെയിം കളിക്കാൻ മാത്രമായിട്ട് വേറെ പല ക്ലാനുകളുടെ ഒന്നിച്ചല്ല ഞാൻ കളിക്കലുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ
ഈ MRG എന്ന് പറഞ്ഞ സാധനം ഞാൻ ലെഫ്റ്റ് അടിക്കൂല ഒരിക്കലും. ഇത് ഫോർ എവർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ MRG ഫോർ എവർ എന്ന് പറയുന്നത് കേട്ടില്ല. കാരണം വെച്ചാൽ ഇത് നമുക്കൊരു ഇമോഷനാണ്. ഇത് നമ്മളെ സൈൻ ലാംഗ്വേജ്. W തിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. W അത് ഇങ്ങനെ ചെയ്യുമ്പോ W പോലില്ലേ വിന്നേഴ്സ് അങ്ങനെ. ഇതെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ വെച്ചേക്കണേണോ പെട്ടെന്ന് ഇങ്ങനെ? അല്ല, ഇത് ഇങ്ങനെ എപ്പം വേണമെങ്കിൽ ആക്കാം. എന്റെ കയ്യൊന്നും പെട്ടെന്ന് ആവില്ല. അത് നമ്മൾ ആക്കി ശീലിച്ചില്ല ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല്, ഒരു സെക്കൻഡ്, ഈ 3 മണിക്ക് തൊപ്പീനെ വിളിക്കുന്നത് ആര്? ഇത് തൊപ്പിയുടെ ന്യൂ ഗേൾ ഫ്രണ്ട് റിവീൽ. എന്റെ ഫ്രണ്ടാ. പക്ഷെ ഇതില് വരുന്നത്, വീഡിയോയിലോ ഇതിലോ വരുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരാളാ. ഓ, ഗേളാണോ? അല്ലല്ല, ഒരു ആളാ, ഒരു ഡോണാ ആള്. ഡോണാണോ? അയാളൊരിക്കലും അല്ല, കട്ട് ചെയ്യണ്ടായിരുന്നില്ല. ഞാൻ പേര് പറയുന്നില്ലല്ലോ. അല്ല, പുള്ളി ഒരിക്കലും ക്യാമറന്റെ മുന്നിലോ പേര് വെളിപ്പെടുത്താനോ ആഗ്രഹിക്കാത്ത ആളാണ്. അപ്പം നമ്മളെന്താ പറഞ്ഞോടുന്ന നമ്മള് അപ്പൊ MRGനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ചരിത്രം ആണ് ഇങ്ങനെ ബാക്കി കിടക്കുന്നത്. നമ്മളെല്ലാം സ്റ്റാർട്ടിങ് സ്റ്റേജ്, അതായത് എത്രയോ വർഷം മുന്നേ തുടങ്ങിയതാണ്. അതായത് ഇപ്പോഴും പണ്ടത്തെ ഇതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. പണ്ട് നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന, അതായത് ആ ടൈമൊന്നും ഫേസ് ഒന്നുമില്ല, ആരും ഫേസ് ക്യാം ഒന്നുമില്ല. ഇപ്പോൾ ഈഗിളായാലും സായിപ്പായാലും ഞാനായാലും ആരും ഫേസ് ക്യാം ഒന്നും ഓണാക്കില്ല. നമ്മളെല്ലാം സൗണ്ട് മാത്രമേ കേൾക്കൂ. ചില ഇതിൽ കുറേ പണ്ടത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ സൗണ്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ ഗെയിം കളിക്കുന്ന ആ മൊമെന്റ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മളെ ഗെയിമിലെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതായത് നമ്മൾ ഈ റിയൽ ലൈഫിൽ എൻ്റെ ഈ ബോഡി പോലെ ഗെയിമിൽ ക്യാരക്ടർ ഉണ്ടാവും, അതറിയാലോ. അപ്പോൾ ഗെയിമിൽ ഓരോ ക്യാരക്ടറിനും ഓരോ ഡ്രസ്സും ഓരോ ഇതെല്ലാം ആയിരിക്കും. അപ്പോൾ എൻ്റെ ക്യാരക്ടർ, സായിപ്പിനൊരു ക്യാരക്ടർ, ഈഗിളിനൊരു ക്യാരക്ടർ, നമ്മളാ അങ്ങനെ ഗെയിം ഒരുമിച്ച് കളിക്കുമ്പോഴുള്ള ഒരു സംഭവമില്ല. പണ്ടത്തെ എല്ലാം എടുത്ത് നോക്കുമ്പോൾ ഇപ്പം ഭയങ്കര നൊസ്റ്റാൾജിക് ആണ് അതല്ലോ. ഓക്കെ. അപ്പം തൊപ്പി ഒരിക്കൽ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ട് ഇരിക്കണതിൻ്റെ ഇടയ്ക്ക് പോലീസ് വന്ന ഡോറ് പൊളിച്ച് ഒരു അത് കുറേ ആയില്ല, 2-3 വർഷം അല്ല 3 വർഷം മുന്നേ. എനിക്ക് തോന്നുന്നു തൊപ്പി അതിനെപ്പറ്റി എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. അതെന്ന് വെച്ചാൽ ആ സമയത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെ കൂടുതൽ പുറത്തുനിന്ന് ഗെയിമേഴ്സ് അല്ലാണ്ട് പുറത്ത് ആൾക്കാർ അറിഞ്ഞത് അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ കേസ് വന്ന് പോലീസ് പിടിച്ചു എന്നിട്ട് ഇപ്പോൾ ഈ ഇയർക്ക് വേടനെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എല്ലായിടത്തും അത് എത്തിയില്ലേ. അതുപോലെ പോലീസ് പിടിച്ചാൽ ഭയങ്കര എൻ്റെ ആ സമയത്ത് ഭയങ്കര എനിക്ക്, അതായത് ആ സമയത്ത് എനിക്ക് കുട്ടികൾ മാത്രമേ എനിക്ക് ഓഡിയൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം എനിക്ക് മുതിർന്ന ആൾക്കാർ ഓഡിയൻസ് വന്നത് എന്നെ പോലീസ് പിടിച്ചതിന് ശേഷം. അത് പക്ഷേ ഒരു കേസാണ്, അത് പറയാൻ കൊള്ളാം. വളിക്കേസ് എന്ന് പറയും, വളിക്കേസ്. അതായത് ഞാൻ മലപ്പുറത്തൊരു ഉദ്ഘാടനത്തിന് പോയി. അവിടെ ആ സമയത്ത് ഞാൻ ഭയങ്കര ക്രേസി മൈൻഡാണ്. എനിക്ക് എവിടെയും ആരോടും റെസ്പെക്റ്റ് ഇല്ല, എവിടെയും പോയി എന്തും വിളിച്ചു പറയാം, അങ്ങനത്തെ ഒരു മൈൻഡാണ്.